ഞാൻ വന്നിരിക്കുന്നത് Insta360X5-ൻ്റെ പുതിയ ക്യാമറ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 5th ജനറേഷനാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിങ് വരുന്നത്. നല്ലൊരു ബോക്സ് കേസ് വരുന്നുണ്ട്. ഓക്കെ, അത് തുറക്കാം. നമ്മുടെ സൈഡിലാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ടൈപ്പ് ലോക്കാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പിന്നെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലൊരു ബോക്സ് വരുന്നുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് വരുന്നത് അതൊരു പൗച്ച് വരുന്നുണ്ട്. പൗച്ചിനകത്ത് പിന്നെ നമുക്കൊരു ലെൻസ് ക്ലീൻ ചെയ്യാൻ ഒരു ക്ലോത്ത് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതുണ്ട്, ബുക്ക്ലെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് USB Type-C കേബിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. നമുക്കിത് രണ്ട് സൈഡിൽ നമുക്ക് ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ക്രീനുണ്ട്. ഇവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും, ഇത് നമുക്ക് മെനു സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ 2 ബട്ടൺസ് വരുന്നു. ഒന്ന് പവർ ബട്ടണും ഒന്ന്, അതായത് എന്ത് ടൈപ്പുള്ള ഷൂട്ടിംഗ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റൊരു ക്വിക്ക് മെനു എടുക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് വരുന്നത്. പിന്നെ നമുക്കൊരു മൈക്ക് വരുന്നുണ്ട് വിത്ത് വിൻ ഗാർഡ്. പിന്നെ നമുക്ക് താഴെയാണെങ്കിൽ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് സൈഡിൽ പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ Type-C ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററിയും മെമ്മറി കാർഡ് ഒരുമിച്ചാണ്. ഇത് 2 ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പോപ്പായിട്ട് വരും. ഇതിൽ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റബ്ബർ പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അകത്താണെങ്കിൽ ഇവിടെയാണ് നമുക്ക് മൈക്രോ SD കാർഡാണ് വരുന്നത്. അത് ആക്ച്വലി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നില്ല, നമ്മൾ അഡീഷണലായിട്ട് മേടിച്ച് ഇടണം. ഇതാണ് നമ്മുടെ ഇത് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ 2 LED ലൈറ്റ്സ് വരുന്നുണ്ട് ഇവിടെ. അതായത് റെക്കോർഡിങ് കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഇത് തരാൻ വേണ്ടിയാണ്, നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം. ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് 2 സെൻസറാണ് വരുന്നത്. 1/1.28 ഇഞ്ച് സെൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് 3 ചിപ്സ് വരുന്നുണ്ട്. അതായത് 2 പ്രോ ഇമേജിങ് ചിപ്പും ഒരു 5 നാനോമീറ്റർ AI ചിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെൻസ് 2 റീപ്ലേസബിൾ ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ റീപ്ലേസബിൾ ലെൻസ് കിറ്റ് മേടിച്ചിട്ട് അത് നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാനുള്ളൂ. അല്ലാതെ സർവീസ് സെൻ്റർ കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് വിൻ ഗാർഡുള്ള മൈക്കാണ് വരുന്നത്. പിന്നെയാണ് കമ്പനി പറയുന്നത് റൺ ടൈം എന്ന് പറയുന്നത് എൻട്രൻസ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എനേബിൾ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യും. അതായത് നമുക്കൊരു ലോങ് ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല. അതായത് 185 മിനിറ്റ്സ് ആണ് റൺ ടൈം കമ്പനി പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒരു 80% ചാർജ് വേഗം തന്നെ കയറും. പിന്നെ അത് വാട്ടർ പ്രൂഫാണ്. അതായത് നമുക്കൊരു 15 മീറ്റർ വരെ വാട്ടർ പ്രൂഫാണ്. പിന്നെ എല്ലാ 360 ക്യാമറ ഉള്ള പോലെ തന്നെ, അതായത് ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ഉള്ളതുപോലെ തന്നെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്നുള്ളത് വരുന്നുണ്ട്. നമുക്ക് ഓണായി കാണിക്കും. എൻ്റെ സൈഡിലാണ് നമുക്ക് പവർ ബട്ടൺ വരുന്നത്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ താഴെയാണെങ്കിൽ നമുക്കിത് നോട്ടിഫിക്കേഷൻ ലൈറ്റ്സ് വരുന്നുണ്ട്. താഴെയും മുകളിലും ഉണ്ട്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് റെഡ് ലൈറ്റ് ആവും. പിന്നെ അത് ഇത് റെക്കോർഡിലേക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് നമുക്ക് മെനു ആണ് വരുന്നത്. അത് നമുക്ക് ഇതിനകത്ത് പല മെനുസ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തുതരാം. പിന്നെ നമുക്ക് പറഞ്ഞാൽ സിംഗിൾ ലെൻസ് മോഡും 360 ആണ്. അതായത് അറ്റ് എ ടൈം ഒരു ലെൻസ് വെച്ചിട്ടാണോ അതോ മൊത്തത്തിലുണ്ടെങ്കിൽ 360 വരുമ്പോൾ നമുക്ക് 2 ലെൻസ് ആയിട്ട് റെക്കോർഡാവും. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ ക്വിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് മെനുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുക എന്തൊക്കെയാണ്. പിന്നെ പറഞ്ഞ പോലെ ക്വിക്ക് മെനു ബട്ടണുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഓരോ ആക്ടിവിറ്റി, മോട്ടോർ സൈക്ലിംഗ് ആണോ, സ്കീയിങ് ആണോ, ഔട്ട്ഡോർ ആണോ, അങ്ങനെ നമുക്ക് ഓരോരോ ആക്ടിവിറ്റി ആഡ് ചെയ്യും. ഇപ്പം ഇത് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ വേറെ അഡീഷണൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേറെ കുറേ കൂടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് കൊടുത്തിട്ട് എന്താ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യാം. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പാരാമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ Insta360 വിശേഷങ്ങൾ. എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പം ഞാനത് പറയാം. പിന്നെ നമുക്ക് പറഞ്ഞാൽ കുറച്ച് നേരം ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ പ്രാവശ്യം കുറച്ച് വാം ആവാറുണ്ട്. അത് നോർമലാണോ, ഒത്തിരി ഓവർ ഹീറ്റല്ല, ചെറിയൊരു വാംനെസ് ഫീൽ ചെയ്യാറുണ്ട്. അത് കമ്പനിയും പറയുന്നുണ്ട്. 8K ഇട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു വാം ആവുമെന്നുള്ള കമ്പനിയും പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയാം. ഞാൻ എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ പല ഷൂട്ടിംഗ് മെനൂസ് ഉണ്ട്. അത് ഞാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട്
ചെയ്ത് കാണിക്കാം എന്താണ് അതിൻ്റെ യൂസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഞാനിത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഞാനും കുറച്ചൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.